തമിഴ്നാട് സർക്കാരിന്റെ ന്യൂനപക്ഷ പ്രീണനത്തിന് വൻ തിരിച്ചടി. മധുര തിരുപ്പുറം കുണ്ട്രംമലയെ സിക്കന്ദർ മലയെന്ന് പുനർനാമകരണം ചെയ്യാനുള്ള നീക്കത്തെ വിമർശിച്ചു മദ്രാസ് ഹൈക്കോടതി. ചരിത്രപരമായ വസ്തുതകൾ വളച്ചൊടിക്കരുതെന്നും കോടതി. പ്രദേശത്തെ ദർഗയിലെ പ്രാർത്ഥന ഇതിലും റംസാനിലും മാത്രമാകും. DMK സർക്കാർ പ്രീണന രാഷ്ട്രീയത്തിലൂടെ സംസ്ഥാനത്തിന്റെ സാംസ്കാരിക ഘടനയെ മാറ്റാൻ ശ്രമിക്കുകയാണെന്നും BJP വിമർശിച്ചു. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, BJP മുന്നോട്ട് വയ്ക്കുന്ന വിമർശനങ്ങൾ എന്തൊക്കെയാണ്? ഇത് തീർച്ചയായും സർക്കാരിനുള്ളൊരു തിരിച്ചടി തന്നെയല്ലേ? അശ്വതി, തമിഴ്നാട്ടിൽ മധുരയ്ക്ക് സമീപം തിരുപ്പുറംകുണ്ട്രം മലയിൽ അവിടെ ചരിത്രപരമായി പരിശോധിക്കുമ്പോഴും അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസം പരിശോധിക്കുമ്പോഴും ക്ഷേത്രം ഉള്ള പ്രദേശമാണ്. ആ ഒരു പ്രദേശത്തെ ന്യൂനപക്ഷ പ്രീണനത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ നിലവിൽ തമിഴ്നാട്ടിൽ DMK സർക്കാർ സ്വീകരിക്കുന്ന നയം എന്നുള്ളത് തെരഞ്ഞെടുപ്പ് മുൻപിൽ കണ്ടുകൊണ്ട് ന്യൂനപക്ഷ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് ആ വോട്ട് ബാങ്ക് മുഴുവൻ സ്വന്തമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇത്തരത്തിൽ നിരവധി നടപടികളാണ് DMK സർക്കാർ സ്വീകരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തിരുപ്പുറംകുണ്ട്രം മലയെയും പുനർനാമകരണം ചെയ്തുകൊണ്ട് അതിൻ്റെ പേര് മാറ്റിക്കൊണ്ട് സിക്കന്ദർ മല എന്നാക്കാനുള്ളൊരു നീക്കം തമിഴ്നാട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അത് ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികൾ നേരത്തെ മധുര കോടതി പരിശോധിച്ചു. ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതിയിലേക്കാണ് വിഷയം എത്തിയത്. മദ്രാസ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് തമിഴ്നാട് സർക്കാരിന് രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ഏൽക്കേണ്ടി വന്നിട്ടുള്ളത്. ഈ വിഷയത്തിൽ ചരിത്ര വസ്തുതകളെ അത്തരത്തിൽ മനഃപൂർവ്വം വളച്ചൊടിക്കരുത് എന്ന കൃത്യമായ മുന്നറിയിപ്പും നിർദ്ദേശവുമാണ് മദ്രാസ് ഹൈക്കോടതി തമിഴ്നാട് സർക്കാരിന് നൽകിയിട്ടുള്ളത്. ചരിത്രപരമായ വസ്തുതകൾ പരിശോധിക്കേണ്ടതുണ്ട്. ഒപ്പം പ്രദേശത്തെ ദർഗയിലെ പ്രാർത്ഥന ഈദിലും റംസാനിലും മാത്രമാകണം എന്ന കാര്യം കൂടിയാണ് ഇപ്പോൾ കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. തീർച്ചയായും തമിഴ്നാട് സർക്കാരിൻ്റെ DMK സർക്കാരിൻ്റെ ന്യൂനപക്ഷ പ്രീണന നയത്തിന് അല്ലെങ്കിൽ ന്യൂനപക്ഷ വോട്ട് ബാങ്കുകൾ സ്വന്തമാക്കുന്നതിന് ആ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് അതിശക്തമായിട്ടുള്ള വിമർശനമാണ് മദ്രാസ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. നേരത്തെയും സനാതന ധർമ്മത്തിനെതിരെ പ്രതികരിച്ചുകൊണ്ടും ഹൈന്ദവ സംസ്കാരത്തെ അവഹേളിച്ചുകൊണ്ടും ഈ ന്യൂനപക്ഷ പ്രീണന നയം DMK സർക്കാർ പുറത്തിറക്കിയിരുന്നു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ ഇത്തരത്തിലൊരു നയം സ്വീകരിക്കുന്നതിലൂടെ വിജയം നേടാനാകും എന്നാണ് സ്റ്റാലിനും ഉദയനിധി സ്റ്റാലിനും DMK നേതാക്കളുമെല്ലാം തന്നെ കരുതുന്നത്. എന്നാൽ അത്തരത്തിലുള്ള പ്രീണന നയത്തിന് ശക്തമായ തിരിച്ചടിയാണ് ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ളത്. ഒപ്പം BJPയും ഈ മദ്രാസ് ഹൈക്കോടതി വിധിയെ സ്വാഗതം ചെയ്യുകയും രൂക്ഷമായിട്ടുള്ള വിമർശനം DMK സർക്കാരിനെതിരെ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അശ്വതി ആണ് വിവരങ്ങൾ നൽകിയത്. തമിഴ്നാട് സർക്കാരിന്റെ ന്യൂനപക്ഷ പീഡനത്തിന് തിരിച്ചടി ലഭിച്ചു എന്ന വാർത്തയാണ് നമ്മൾ ചർച്ച ചെയ്തത്.